ദീപാവലി റിലീസ്. അതൊക്കെ അന്തക്കാലം. തല ദീപാവലി, തലപതി ദീപാവലി. ഒരു ഫെസ്റ്റിവൽ മൂഡിൽ ആഘോഷിക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് റിലീസ് സീസൺ. പക്ഷെ ഇപ്രാവശ്യത്തെ ദീപാവലിക്ക് നമ്മുടെ പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നായിരുന്നു ഡ്യൂഡ്, പ്രദീപ് രംഗനാഥന്റെ ഡ്യൂഡ്. ആസ് ഓൾവേസ് ഇതും ബ്ലോക്ക് ബസ്റ്റർ അടിച്ചു. പറഞ്ഞു വരുന്നത് പ്രദീപ് രംഗനാഥനെ കുറിച്ച് തന്നെയാണ്. പുള്ളിക്കാരൻ ഇവിടെ വന്നതിന് ശേഷം, അതായത് തമിഴ് ഇൻഡസ്ട്രിയിൽ 2019 നമ്മുടെ കോമാളി എന്നുള്ള സിനിമ ഡയറക്ട് ചെയ്തെന്നുള്ള പറയുന്നത് രവി മോഹൻ വെച്ചിട്ടുള്ള പടം. അത് ആ എൻട്രി തന്നെ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ആ പടം ഫസ്റ്റ് പടം തന്നെ നല്ല രീതിക്ക് തന്നെ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് തന്നെ കിട്ടി. നല്ലൊരു രീതിക്ക് വിൻ ചെയ്ത പടമാണ് ബോക്സ് ഓഫീസിൽ. ഓക്കെ, അതിനുശേഷം ഈ ഡയറക്ടോറിയൽ ഇതൊക്കെ വിട്ടിട്ട് പുള്ളിക്കാരൻ നമ്മുടെ ലവ് ടുഡേ എന്നുള്ള ഒരു പടം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു 2022. അത് സെൻസേഷണൽ ഹിറ്റ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്തിന്റെ ഇടയിലൊക്കെ വൻ ഓളം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പടമായി മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് ട്രെൻഡ് എന്താണോ ഇപ്പൊ നടക്കുന്ന ട്രെൻഡ്, അതങ്ങനെ 100% റിലേറ്റബിൾ ആയിട്ട് പുള്ളിക്കാരൻ അങ്ങനെ സ്ക്രീനിൽ കൊണ്ടുവന്നു. എല്ലാവർക്കും നമ്മൾ കാണുന്ന നമ്മുടെ ലൈഫിലൊക്കെ നടന്നിട്ടുള്ള ഓരോ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ, ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളും ഹൈലി റിലേറ്റബിൾ ആയിട്ട് പടത്തിൽ കൊണ്ടുവന്നു. ഓക്കെ, ഡയറക്റ്റഡ് ബൈ പ്രദീപ് രംഗനാഥൻ ആൻഡ് സ്റ്റാറിംഗ് ബൈ പ്രദീപ് രംഗനാഥൻ. സോ അതും ബ്ലോക്ക് ബസ്റ്റർ അടിച്ചു. 100 കോടി അടിച്ച ഫസ്റ്റ് പടം, അതായത് അഭിനയിച്ച ഫസ്റ്റ് പടം 100 കോടി അടിച്ചു. ഇതൊരു റെക്കോർഡാണ്. അതായത് ഇതുവരെ അങ്ങനെ ആദ്യം ചെയ്തിട്ടില്ല. അഭിനയിച്ച ആദ്യത്തെ പടം തന്നെ 100 കോടി അടിച്ച ഒരു സ്റ്റാറും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ, അടുത്ത് രണ്ടാമത്തെ പടം നമ്മുടെ ഡ്രാഗൺ. 2025 സിനിമ റിലീസ് ആയിരുന്നു. ഫെബ്രുവരിയിലായിരുന്നു റിലീസ് ഉണ്ടായിരുന്നത്. ദെൻ ആ പടവും 100 കോടി അടിച്ചു. അതും ഇതേമാതിരി തന്നെയാണ്. ഒരു പ്രദീപ് രംഗനാഥൻ ടെംപ്ലേറ്റ് എന്നൊരു സാധനം അവിടെ ഓൾറെഡി ഫോം ആയി കഴിഞ്ഞു. പുള്ളിയുടെ ഓരോ എന്താ പറയാ സിനിമകളുടെ ഒരു ഹൈലി അതായത് ഇതിന്റെ ഒരു പ്രദീപ് രംഗനാഥന്റെ പടം നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഈച്ച് ആൻഡ് എവറി ഇൻസിഡൻസും പുള്ളിയുടെ സിനിമയിലൊക്കെ കാണാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഡ്രാഗണും അതേപോലെ നമ്മുടെ ലൈഫിൽ എന്താണോ നടന്നിട്ടുള്ള കാര്യങ്ങളും അതെല്ലാം റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു അടിപൊളി പടം. അതും ഹിറ്റായി, ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് വിട്ട് ബ്ലോക്ക് ബസ്റ്ററായി. അത് 100 കോടി അടിച്ചു. അതായത് പ്രദീപ് രംഗനാഥൻ ചെയ്യുന്ന രണ്ടാമത്തെ പടവും ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് 100 കോടി അടിച്ചു എന്നുള്ളതാണ് ഹൈലൈറ്റ്. നമ്മുടെ അശ്വത് മാരിമുത്തു ആയിരുന്നു ഡയറക്ടർ. ആൻഡ് തേർഡ് പടം ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ദീപാവലി റിലീസുള്ള ഡ്യൂഡ്, ആ പടവും 100 കോടി അടിച്ചു. ഇത് വേറെ ഒരുത്തനും ഇല്ലാത്ത റെക്കോർഡാണ്. അതായത് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 3 പടം അഭിനയിച്ചു. ആ 3 പടവും കൺസിക്യൂട്ടീവ് ആയിട്ട് 100 കോടി അടിച്ചു. വേറെ ആർക്കും ഇല്ലാത്ത റെക്കോർഡാണ്. സോ പുള്ളിയുടെ ഒരു കലക്കാലക്കും. A few moments later. ഒളിച്ചെടുക്കും ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. അതായത് ഈ യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ, അതായത് ഡ്രാഗൺ പോലെയും അല്ലെങ്കിൽ ലവ് ടുഡേ പോലെയുള്ള സിനിമകൾ, പിന്നെ ഡ്യൂഡ് പോലുള്ള സിനിമകളൊക്കെ ഇനിയും പ്രദീപ് രംഗനാഥന്റെ ടെംപ്ലേറ്റ് ഫോമിൽ നമുക്ക് കിട്ടും. സോ നമ്മൾ ഈ സെക്കൻഡ് പടം കാണാൻ പോകുന്ന തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഇതിന് മേലുള്ള പരിപാടിയൊന്നും എന്തെങ്കിലും പുള്ളി ചെയ്യും. അത് പുള്ളി ഓപ്പൺ ആയിട്ട് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു തന്നെയാണ്. ഇത് അതായത് ഈ യൂത്ത് ഓറിയന്റഡ് ആയിട്ട് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഇത് വിട്ടിട്ട് ഈ ഔട്ട് ഓഫ് ദി ബോക്സ് പരിപാടിക്കുണ്ടല്ലോ, അതായത് ഈ ആക്ടിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറെ സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ആ രീതിയിലുള്ള ഈ കമേഴ്ഷ്യൽ എലിമെന്റ്സ് ഒക്കെ വിട്ടിട്ട് വേറെ രീതിക്ക് ഒരു റൂറൽ സ്റ്റൈൽ പരിപാടിയൊക്കെ അങ്ങനത്തെ സംഭവം പുള്ളിക്ക് അറിയില്ല ചെയ്യാനായിട്ട്. പക്ഷെ അതിന് പകരം ഇങ്ങനത്തെ പരിപാടി, അതായത് ഞാൻ പറഞ്ഞല്ലോ ലവ് ടുഡേ, ഡ്രാഗൺ പോലുള്ള പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് പുള്ളിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്. അതുപോലത്തെ സ്ക്രിപ്റ്റ് വന്നാൽ ഇപ്പൊ വരുന്നുണ്ട്. മറ്റേ ലവ് ഇൻഷുറൻസ് കമ്പനി കൊണ്ട് വിഘ്നേഷ് എന്ന ഡയറക്ഷനിൽ ഇത് നമ്മുടെ പ്രദീപിനെ വെച്ചിട്ടുള്ള ഒരു പടം വരുന്നുണ്ട്. അതും ഇതേ ടെംപ്ലേറ്റ് തന്നെ ആയിരിക്കുന്ന എനിക്ക് 100% ഉറപ്പാണ്. എന്താ വെച്ചാൽ ഈ കമേഴ്ഷ്യൽ എലമെന്റ്സ് വെച്ചിട്ട് ഈ യൂത്ത് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും റിലേറ്റബിൾ ആവുന്ന പോലുള്ള ഒരു ഫൺ മൂവി ഇതന്നെയാണ് ഈ നമ്മുടെ പ്രദീപിന്റെ പടം നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത്. അതന്നെയാണ് നമുക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ പുള്ളി ഒരു നീഷ് സെറ്റ് ചെയ്തു. ഈ യൂട്യൂബേഴ്സ് ഒക്കെ നീഷ് സെറ്റ് ചെയ്യേ, അതേമാതിരി ഒരു നീഷ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുള്ളിയുടെ കരിയറിൽ. ഞാൻ ഇങ്ങനത്തെ പടങ്ങളായിരിക്കും ചെയ്യുക, മീൻസ് എന്റെ പടങ്ങൾ ഓഡിയൻസ് കാണാൻ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുക എന്നുള്ള ഒരു നീഷ് ഓൾറെഡി ഓഡിയൻസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ 3 പടങ്ങളായിട്ട്. സോ ആ 3 പടങ്ങളും ആവാൻ തന്നെ കാരണം, അത് 100 കോടി അടിക്കാൻ തന്നെ കാരണം അത് ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, വേറെ പരിപാടിയിലേക്ക് പോകണ്ടല്ലേ. പക്ഷെ ഇത്
സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി മേ ബി ഇതന്നെ ആയിരിക്കും പുള്ളിയുടെ ഒരു കരിയർ ചൂസ് ചെയ്യുക. പിന്നെ എപ്പോഴും ഈ ആക്ടിംഗ് തന്നെ പുള്ളി നിൽക്കൂല, വേറെ പരിപാടിയൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. മീൻസ് ഡയറക്ടോറിയൽ പരിപാടിയൊക്കെ വരുന്നുണ്ടെന്ന് തന്നെയാണ് പുള്ളിയുടെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രദീപിന്റെ ഈ ഒരു വിന്നിംഗ് സ്ട്രീക്ക് അല്ലെങ്കിൽ ഒരു വിന്നിംഗ് ഫോർമുലയുടെ സീക്രട്ട് ഞാൻ ജസ്റ്റ് ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായ കാര്യം, ആഫ്റ്റർ ഓൾ ഇയാളും ഒരു ഡയറക്ടറാണ്. ഇപ്പൊ ഇപ്പോഴത്തെ ഇയാളുടെ ഒരു സിനിമ വെച്ചിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളാണ്. സോ ഇപ്പോഴും ആൾക്ക് ഇതേപോലുള്ള സ്ക്രിപ്റ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ലവ് ഇൻഷുറൻസ് കമ്പനി എന്നുള്ള പടവും ഇതേപോലെ ഒരു ടെംപ്ലേറ്റിൽ വരുന്ന ഒരു സിനിമയാണ്. അപ്പോ ആസ് എ ഡയറക്ടർ ഇയാൾക്കും ഒരു ബോധം ഉണ്ടാവും ഇതിവിടെ വർക്ക് ആവുന്നുള്ളത്. കാരണം ഈ 2025 ജസ്റ്റ് ഇവരുടെ ഏജ് ഗ്രൂപ്പ് തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ ഡ്യൂഡിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡ്യൂഡ് എന്ന സിനിമയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്യൂഡിന്റെ ഡയറക്ടറുടെ വയസ്സ് ആകെ 25 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. പ്രദീപിനോ 30ന്റെ ഉള്ളിലേ ഉള്ളൂ. പിന്നെ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന മ്യൂസിക് സായ അഭ്യങ്കർ, അവൻ ആകെ 24 വയസ്സ് മാത്രമേ ഉള്ളൂ. സോ ഒരു യൂത്ത് കൊളാബറേഷൻ ആണ് ഈ പടത്തിന്റെ ഫൈനൽ ഔട്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു കൊളാബറേഷൻ കൊണ്ട് തന്നെ ഒരു ഫുള്ളി അപ്ഡേറ്റഡ് ആണ് ഈ 2025 സിനാരിയോയിൽ ഇവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു പടം അവരിറക്കുന്നത്. സെയിം കാര്യം തന്നെയാണ് അശ്വത് മാരുമുത്തും ഇതേപോലെ ഒരു യങ് ഡയറക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ പ്രദീപിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണെന്ന് അറിയോ? പ്രദീപിന്റെ ഓരോ സിനിമകളും ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഒരാളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഹൈലി റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഈ ക്യാരക്ടേഴ്സ് ഒരു ഹൈ മാസ് എലവേഷനോട് കൂടിയോ അല്ലെങ്കിൽ ഹൈ ഹീറോയിക് മെറ്റീരിയലോട് കൂടിയോ ആണ് പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വർക്ക് ആവില്ല. സോ അതാണ് ഞാൻ പറഞ്ഞത്, പ്രദീപ് എന്ന ഡയറക്ടർക്ക് അറിയാം പുള്ളിയെ എങ്ങനെ സെൽഫായിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റും. മീൻസ് ഏത് രീതിയിലുള്ള ഓഡിയൻസിനായിരിക്കും പുള്ളിയെ നല്ല കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നല്ല ബോധമുണ്ട്. അതേ ബോധം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പടങ്ങൾ എല്ലാം ഇവിടെ ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിരിക്കുന്നത്. സോ അതാണ് അതിന്റെ വിന്നിംഗ് സ്ട്രീക്കിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ താഴെ ഉറപ്പായിട്ടും കമന്റ് ചെയ്തോ. പ്രദീപിന്റെ പടം കാണാൻ വരുന്നവർക്ക് ഉറപ്പായിട്ടും ഒരു ഐഡിയ ഉണ്ടാവും ഈ സിനിമയിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പുള്ളിക്ക് ഒരു ഫോർമാറ്റ് അവിടെ ഓൾറെഡി അവിടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. സോ ആ ഫോർമാറ്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ലൈക്ക് ലവ് ഉണ്ടാവും, ലവ് ബ്രേക്കപ്പ് ഉണ്ടാവും, പിന്നെ അത്യാവശ്യം നല്ല കോമഡി ഉണ്ടാവും, പിന്നെ നമുക്ക് ചുറ്റിലും കണ്ടുവരുന്ന കുറെ കാര്യങ്ങൾ, കറന്റ് ട്രെൻഡ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയയിൽ വരുന്ന കറന്റ് ട്രെൻഡ് ആയിക്കോട്ടെ, അതിന് നല്ല രീതിക്ക് ഫൺ ആയിട്ട് എടുത്തിട്ടുള്ള കുറെ സിറ്റുവേഷൻസ് അവിടെ ഉണ്ടാവും. പിന്നെ ഇപ്പൊ ക്ലൈമാക്സിനോട് അടുക്കുന്നതോറും പടം നല്ല രീതിക്ക് ഇമോഷണലി നമുക്ക് ട്രാവൽ ചെയ്യാൻ പാകത്തിന് ഉള്ള സ്ക്രീൻ പ്ലേ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമുക്കും ആ പടത്തോടു കൂടി നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ പടം പോകുന്നുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഇതിനെല്ലാം ഉപരി ഈ സിനിമയിലെ ഓരോ സിറ്റുവേഷൻസും നമുക്ക് നമ്മുടെ ലൈഫുമായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ മതി ഒരു പടം നല്ല രീതിക്ക് വർക്ക് ആവാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷൻ ഓഡിയൻസിന്റെ അടുത്ത്. സോ പുള്ളിയുടെ ഒരു ഓഡിയൻസ് മീൻസ് ടാർഗറ്റ് ഓഡിയൻസിനെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ടാർഗറ്റഡ് ഓഡിയൻസിലേക്കാണോ ഈ ഒരു പടങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ആ ടാർഗറ്റ് ഓഡിയൻസ് വന്ന് കാണും, ആ ടാർഗറ്റ് ഓഡിയൻസ് തന്നെ ഈ പടം വിജയിപ്പിക്കുന്നുള്ള ഒരു വലിയൊരു വിന്നിംഗ് ഫോർമുല പുള്ളിക്കാരന്റെ കരിയറിൽ ഇപ്പോ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത്രേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കിയ കാര്യം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഞാൻ വെറുതെ കട്ട് ചെയ്ത് കൊളവാക്കണ്ടെന്ന് വേണ്ടാവും ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ കൂടുതലും പറയാൻ നോക്കുന്നത്. മേ ബി അവിടെ ഇവിടെയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടാവും. ഓക്കെ, സോറി.